Hello all. ഇന്ന് നമ്മൾ മോഡിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് മോഡിഫൈഡ് ലേംസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗോയിങ് ടു മോഡിഫൈഡ് ലേംസ് നമുക്ക് ഫസ്റ്റ് എന്താണ് ലേംസ്, അതായത് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് ആദ്യം അറിഞ്ഞിട്ട് വേണം പിന്നെ മോഡിഫൈഡ് ലേംസ് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ സിലബസിൽ ലേംസ് എന്താണെന്നുള്ളത് നമുക്ക് പറയാനില്ല, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു സമ്മപ്പ് പോലെ എന്താണ് ലേംസ് എന്ന് പറയാണ്, എന്നാലാണ് പിന്നെ നെക്സ്റ്റ് അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള മോഡിഫൈഡ് ലേംസ് എന്താണെന്ന് അറിയുള്ളൂ. സോ ലേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് തരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റേത് കറണ്ട് അക്കൗണ്ടും. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലായാലും കറണ്ട് അക്കൗണ്ടിലായാലും നമുക്ക് വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കറണ്ട് അക്കൗണ്ടിൽ എക്സ്പോർട്സും ഇമ്പോർട്ട്സും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, റോയൽറ്റീസ്, അതുപോലെ ടൂറിസം, ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കറണ്ട് അക്കൗണ്ടിലാണ് വരിക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ ബോറോവിങ്സ്, ദെൻ റീപേയ്മെൻറ്റ്സ്, നെറ്റ് പൊസിഷൻ അറ്റ് IMF, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാനുള്ളത്. അപ്പോൾ ഏതൊരു ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുകയാണെങ്കിലും ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓതറൈസ്ഡ് ഡീലേഴ്സ് കണ്ടോ, ഈ ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. കാരണം ഇങ്ങനെ ഫോറിൻ കറൻസി ട്രേഡിങ്ങിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് RBI ഓതറൈസ്ഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഓതറൈസ്ഡ് ഡീലേഴ്സിന് ഇൻ്റർനാഷണൽ ട്രേഡിൽ വളരെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ലേംസ്, അതായത് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എന്താ പറയുക, രണ്ട് തരം എക്സ്ചേഞ്ച് റേറ്റ്സ് ആണ് പ്രിവൈൽ ചെയ്തിരുന്നത്. രണ്ട് തരം എക്സ്ചേഞ്ച് റേറ്റ്സ്. അതുകൊണ്ട് തന്നെ അതിനെ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. ഈ രണ്ട് തരം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടത്തി നമുക്ക് ഫോറിൻ കറൻസി റെസീപ്റ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സ്, കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ഉള്ള ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓതറൈസ്ഡ് ഡീലേഴ്സിന് നമ്മൾ സറണ്ടർ ചെയ്യണം, അവർക്ക് കൊടുക്കണം. ആ ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സ് നമ്മൾ ആ ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് സറണ്ടർ ചെയ്യണം. എങ്ങനെയാണ് സറണ്ടർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 60% ഓഫ് ദി ഫോറിൻ റെസീപ്റ്റ്സ് ഫ്രീ മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിലും ബാക്കിയുള്ള 40% RBI ഫിക്സ് ചെയ്യുന്ന ഒഫീഷ്യൽ റേറ്റിലുമാണ് നമ്മൾ ഓതറൈസ്ഡ് ഡീലേഴ്സിന് സറണ്ടർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയാണ്, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിലുണ്ടാവും. ആ ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സ് നമ്മൾ ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആൾക്കാർക്ക് നമ്മൾ സറണ്ടർ ചെയ്യണം. അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ ആ ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സിൽ 60% നമ്മൾ ഫ്രീ മാർക്കറ്റ് റേറ്റിലും ബാക്കി 40%, റിമൈനിങ് 40% ഒഫീഷ്യൽ റേറ്റ് ഫിക്സ്ഡ് ബൈ RBI, അവർ പറയുന്ന ആ റേറ്റിലുമാണ് നമ്മൾ ഈ ഓതറൈസ്ഡ് ഡീലേഴ്സിന് സറണ്ടർ ചെയ്യേണ്ടത്. 60% ഫ്രീ മാർക്കറ്റ് റേറ്റിലും റിമൈനിങ് 40% ഒഫീഷ്യൽ റേറ്റ് ഫിക്സ്ഡ് ബൈ RBI ആണ്. അങ്ങനെയാണ് രണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റും ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റും. ദാറ്റ് ഈസ് മാർക്കറ്റ് റേറ്റ് ആൻഡ് ഒഫീഷ്യൽ റേറ്റ്. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് എക്സ്ചേഞ്ച് റേറ്റ്സ് പ്രിവൈൽ ചെയ്യുന്നത് കൊണ്ട് ഈ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ നമ്മൾ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നും വിളിക്കും. ഡ്യുവൽ എന്ന് പേര് വരാനുള്ള കാരണം രണ്ട് എക്സ്ചേഞ്ച് റേറ്റ് പ്രിവൈൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഫ്രീ മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ്, സെക്കൻഡ് വൺ ഈസ് ദി ഒഫീഷ്യൽ റേറ്റ് ഫിക്സ്ഡ് ബൈ ഓർ അനൗൺസ്ഡ് ബൈ RBI. സോ ഈ ഒരു ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏർലി 90s വന്നിരുന്നത്. ഏർലി 90s. അപ്പോൾ നമുക്കറിയാം, ഈ ഏർലി 90s നമ്മുടെ മൂന്ന് തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ പോളിസീസ് വന്നിട്ടുള്ളത് നമുക്കറിയാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ രണ്ട് തരത്തിലുള്ള
റേറ്റ്സ് പ്രിവൈൽ ചെയ്യുന്നത് കൊണ്ട് അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യണം. അങ്ങനെ 2 തരത്തിലുള്ള റേറ്റ് വേണ്ട, ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് പോവാം എന്ന് പറയുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ മോഡിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മോഡിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് നേരത്തെ പറഞ്ഞ ലേംസ് തന്നെ അതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് ഒരൊറ്റ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തിച്ചു. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ്, നേരത്തെ ഞാൻ പറഞ്ഞു ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഈ 3 തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസ് ഏർലി 90s ഐ മീൻ ഇൻഡസ്ട്രിയൽ പോളിസി 1990s നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലേംസ്, അതായത് വെറും ലേംസ്, ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ്, ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത് ഏർലി 90s പറഞ്ഞു. അപ്പോൾ ഈ മോഡിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി മീൻസ് നമ്മൾ റുപ്പീനെ ഫുള്ളി ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ആക്കാം എന്നുള്ളതാണ്. 2 തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് പ്രിവൈലിംഗ് അല്ല, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, റുപ്പീനെ ഫുള്ളി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ള ലെവലിലേക്ക് ആക്കി. ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്ക് RBIയുടെ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടാവും. എന്തെങ്കിലും മാർക്കറ്റിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് RBIയോ ഗവൺമെൻറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇൻ്റർവ്യൂൻ ചെയ്യും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് കറൻ്റ്ലി ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ റുപ്പീനെ ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്കാം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ മോഡിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ലിബറലൈസേഷൻ കണ്ടിന്യൂഡ് ഫർദർ ആൻഡ് ഇറ്റ് വാസ് ഡിസൈഡഡ് ടു മേക്ക് ദ റുപ്പി ഫുള്ളി ഫ്ലോട്ടിംഗ് വിത്ത് എഫക്റ്റ് ഫ്രം March 1, 1993. അപ്പോൾ റുപ്പീനെ ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്കുക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ട് March 1, 1993 കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ മോഡിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മുടെ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം റീപ്ലേസ് ചെയ്ത് മോഡിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആവാണ് മാറിയത്. ഈ മോഡിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റിനെ നമ്മൾ യൂണിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നും വിളിക്കും. യൂണിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നും വിളിക്കും. അപ്പോൾ ആ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റിനെ നമ്മുടെ മോഡിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, യെസ്. സോ ഇനി അതിൻ്റെ റീസൺ അല്ലെങ്കിൽ എന്താണ് അതെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നോക്കാം. അതായത് authorized dealers are free to retain the entire foreign exchange surrendered to them for being sold for permissible transactions. Permissible transactions നടത്താൻ വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ഡീലേഴ്സിന് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് അവരുടെ കയ്യിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. അത് ഉപയോഗിച്ച് പെർമിസിബിൾ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഓതറൈസ്ഡ് ഡീലേഴ്സിന് നടത്താവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഓതറൈസ്ഡ് ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി റെഫേഴ്സ് ടു എനി ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ഹാസ് റിസീവ്ഡ് ഓതറൈസേഷൻ ഫ്രം ദി RBI ആസ് എ ഡീലർ ടു ഇൻവോൾവ് ഇൻ ട്രേഡിംഗ് ഓഫ് ഫോറിൻ കറൻസീസ്. അറിയാലോ, RBI ഓതറൈസ്ഡ് ചെയ്തിട്ടുള്ള, അതായത് ഫോറിൻ കറൻസി ട്രേഡിങ്ങിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് RBI ഓതറൈസ് ചെയ്തിട്ടുള്ള ഡീലറിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് പറയുക. The transaction of the authorized dealer should have been conducted in pursuance of legal mode and under the framework established by law. ഈ ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ലീഗൽ മോഡിൽ തന്നെ, അതായത് ഫിക്സ് ചെയ്തിട്ടുള്ള ആ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്കിൽ തന്നെ ചെയ്യണം. അല്ലാതെ RBI അവരെ ഓതറൈസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഓപ്പറേറ്റ് ചെയ്യാനോ അവരുടെ ആക്ടിവിറ്റീസ് റൺ ചെയ്യാനോ ആയിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. So authorized dealers means any type of financial institutions who received authorization from RBI as a dealer to involve in trading of foreign currencies. കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സിലേക്കാണ് സാലിയൻ ഫീച്ചേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് പറയുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ ഈ മോഡിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് പറയാണ്.
ഒന്നുകൂടെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കുണ്ടായിരുന്നത് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ അതിനെ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നും വിളിക്കും. ഈ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കാനുള്ള കാരണം രണ്ട് തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റാണ് അന്ന് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഒന്ന് ഫ്രീ മാർക്കറ്റ് റേറ്റും മറ്റൊന്ന് ഒഫീഷ്യൽ മാർക്കറ്റ് റേറ്റും. ഇങ്ങനെ രണ്ട് മാർക്കറ്റ് റേറ്റാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു കൺട്രിക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടാവും, കറണ്ട് അക്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോറിൻ റെസീറ്റ്സ് ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ 60% മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിലും റിമൈനിങ് 40% RBI അനൗൺസ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ റേറ്റിലുമാണ് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റാണ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത്. സോ ഇങ്ങനൊരു സിസ്റ്റം വേണ്ട, കുറച്ചും കൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പല ഇല്ലീഗൽ ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ ഈസി ട്രാൻസാക്ഷൻസോ ഒക്കെ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്നൊന്നും പറയാനില്ല, കുറച്ച് ലിമിറ്റേഷൻസ് കാരണം കൊണ്ട് നമ്മൾ മോഡിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർ എൽസ് യൂണിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. അത് മാർച്ച് 1, 1993 നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സിസ്റ്റം അനുസരിച്ച് റുപ്പീനെ നമ്മൾ ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്കുകയാണ് ചെയ്തത്. അല്ലാതെ രണ്ട് തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ വെച്ച് ആകെ കൺഫ്യൂഷൻ ആക്കാതെ റുപ്പീനെ നമ്മൾ ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്കി. ആൻഡ് കറൻ്റ്ലി വി ആർ ഹാവിങ് എ ഫുള്ളി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഈ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡിഫൈഡ് LREMS എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റുപ്പീനെ ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്കുക എന്നുള്ളത്. ആ ഒരു ന്യൂ അറേഞ്ച്മെൻറ്റ്, അതായത് ഇറ്റ് വിൽ ബി റീപ്ലേസിങ് ദ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രിവൈലിംഗ് ഇൻ ഇന്ത്യ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ എന്താണ് ഈ മോഡിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ സാലന്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ effective from March 1, 1993, all foreign exchange transactions, that is receipts and payments, both under current and capital account of balance of payments, are being put through by authorized dealers at market determined exchange rates. Market determined exchange rate എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ദ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയുമാണ്. സോ ഈ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് ആയിട്ടുള്ള ഈ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എന്നൊക്കെ നമുക്കറിയാം. ആ ഒരു പോയിന്റിൽ വരുന്ന റേറ്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ഇക്വിലിബ്രിയത്തിൽ വരുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റിലൂടെ ഓതറൈസ്ഡ് ഡീലേഴ്സിലൂടെയാണ് നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൻ്റെ ഫോറിൻ റെസീപ്റ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ രണ്ട് തരത്തിലുള്ള 60%, 40% എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള രീതിയിലായിരിക്കില്ല, ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുക. മോഡിഫൈഡ് ലേംസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരൊറ്റ, അതായത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് ഒരേ ഒരു എക്സ്ചേഞ്ച് റേറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. Second feature means foreign exchange receipts and payments, however, continue to be governed by exchange control regulations. അത് നമുക്കറിയാം, FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. അപ്പോൾ അതിലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എക്സ്ചേഞ്ച് കൺട്രോൾ റെഗുലേഷൻസിലൂടെ മാത്രമാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും ഒക്കെ ഗവേൺ ചെയ്ത് പോകുന്നുണ്ടാവുക. ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സ് ആർ ടു ബി സറണ്ടർ ടു ദി ഓതറൈസ്ഡ് ഡീലേഴ്സ് എക്സെപ്റ്റ് ഇൻ കേസസ് വെയർ ദ റെസിഡൻസ് ഹാവ് ബീൻ പെർമിറ്റഡ് ബൈ RBI ടു റീറ്റെയിൻ ദം either with the bank in India or abroad.
നമുക്കറിയാം NRI എന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ റെസിഡൻസിനോട് RBI സ്പെഷ്യലായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫോറിൻ റെസീപ്റ്റ്സ് നിങ്ങളുടെ ബാങ്കിലോ, ഇന്ത്യയിലുള്ള ബാങ്കിലോ എബ്രോഡുള്ള ബാങ്കിലോ നിങ്ങൾക്ക് അത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം അത് വെക്കാമെന്ന് RBI പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ കയ്യിൽ ഈ റെസീപ്റ്റ്സ് സബ്മിറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സ് ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരായാലും ശരി അത് ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. ഇനി ചില റെസിഡൻസിനോട് RBI സ്പെഷ്യലായിട്ടൊരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ബാങ്കിലോ ഇന്ത്യയിലുള്ള ബാങ്കിലോ എബ്രോഡുള്ള ബാങ്കിലോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ റീറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓതറൈസ്ഡ് ഡീലേഴ്സിന് അത് സബ്മിറ്റ് ചെയ്യേണ്ട, ബാക്കി എല്ലാവരും ഓതറൈസ്ഡ് ഡീലേഴ്സിന് അത് സറണ്ടർ ചെയ്യണം. ഒരു മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിൽ, അതായത് ഒരൊറ്റ എക്സ്ചേഞ്ച് റേറ്റിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഡ്യുവൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അവിടെ ഇല്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഓതറൈസ്ഡ് ഡീലേഴ്സ് ആർ ഫ്രീ ടു റീറ്റെയിൻ ദി എൻറ്റയർ ഫോറിൻ എക്സ്ചേഞ്ച് surrendered to them for being sold for permissible transactions and are not required to surrender to Reserve Bank any portion of such receipts. അതായത് നമ്മളിപ്പോൾ നമ്മുടെ എക്സ്പോർട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ, എക്സ്പോർട്ട് നടത്തുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുക, ഇമ്പോർട്ട് നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടാണല്ലോ പോവുക. അപ്പോൾ കൂടുതലും എക്സ്പോർട്ടൊക്കെ നടത്തി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ കയ്യിൽ ഫോറിൻ എക്സ്ചേഞ്ച് വരിക. അങ്ങനെ നമ്മുടെ കയ്യിൽ വന്ന ഫോറിൻ എക്സ്ചേഞ്ചാണ് നമ്മൾ ഓതറൈസ്ഡ് ഡീലേഴ്സിന് സറണ്ടർ ചെയ്യുന്നതല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ റെസീപ്റ്റ്സ് ഓതറൈസ്ഡ് ഡീലേഴ്സിന് പെർമിസിബിൾ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് തരാം. അതായത് ഇപ്പോൾ ഒരു ഇമ്പോർട്ടർ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് ഇമ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വേണമല്ലോ. അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ട് അവരുടെ കയ്യിൽ നമ്മൾ സറണ്ടർ ചെയ്തിട്ടുള്ള ആ ഫോറിൻ എക്സ്ചേഞ്ച് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ഡീലേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യാം. ഓതറൈസ്ഡ് ഡീലേഴ്സിന് ഇമ്പോർട്ടേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, പെർമിസിബിൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ പെർമിറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹവാല ഡീലിങ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താമല്ലോ. അങ്ങനെ പെർമിസിബിൾ ആയിട്ടുള്ള ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പെർമിറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു ഫോറിൻ റിസർവ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള റെസീപ്റ്റ്സ് നമ്മൾ ഓൾറെഡി ഓതറൈസ്ഡ് ഡീലേഴ്സിന് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഓതറൈസ്ഡ് ഡീലേഴ്സിന് ആ ഫോറിൻ എക്സ്ചേഞ്ച് ഇമ്പോർട്ടേഴ്സിന് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ കയ്യിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കാശ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പെർമിസിബിൾ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ഡീലേഴ്സ് അവരുടെ കയ്യിലുള്ള ആ ഫോറിൻ എക്സ്ചേഞ്ച് വേറെ ആർക്കെങ്കിലും സറണ്ടർ ചെയ്യും, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാനല്ല വേറെ ആർക്കെങ്കിലും കൊടുക്കും, ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതാണ് ആ പോയിന്റ് പറയുന്നത്. ഓതറൈസ്ഡ് ഡീലേഴ്സ് ആർ ഫ്രീ ടു റീറ്റെയിൻ ദി എൻറ്റയർ ഫോറിൻ എക്സ്ചേഞ്ച് സറണ്ടർഡ് ടു ദം ഫോർ ബീയിങ് സോൾഡ് ഫോർ പെർമിസിബിൾ ട്രാൻസാക്ഷൻ. അവരത് സെല് ചെയ്യും. പെർമിസിബിൾ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവരത് സെല് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ സെക്ഷൻ 40 ഓഫ് RBI Act 1934 വാസ് ഒബ്ലൈഗ്ഡ് ടു ബൈ ആൻഡ് സെൽ ഫോറിൻ എക്സ്ചേഞ്ച് ടു ദി ഓതറൈസ്ഡ് ഡീലേഴ്സ്. ഇപ്പോൾ RBI Act 1934 സെക്ഷൻ 4 പ്രകാരം അതിൻ്റെ പെർവ്യൂവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്താ പറയുക, ഈ ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങാനും വിൽക്കാനുമുള്ള റൈറ്റും റെസ്പോൺസിബിലിറ്റിയും ഉണ്ടെന്നാണ് ആ ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. അത് അവരുടെ റൈറ്റുമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയും ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ടഫല്ല, പക്ഷെ ഒരുപാട് ടെർമിനോളജീസ് വരുന്നൊരു ഭാഗമാണ്. ടഫ് പോർഷൻ എന്നൊന്നും പറയില്ല, പക്ഷെ ആദ്യം വായിച്ചിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർവ് ബാങ്ക് ഇസ് നൗ റിക്വയർഡ് ടു സെൽ എനി ഓതറൈസ്ഡ് പേഴ്സൺ അറ്റ് ഇറ്റ്സ് ഓഫീസസ് ഓർ ബ്രാഞ്ചസ് US dollars for meeting foreign exchange payments at its exchange rate based on the market rate only for such purposes as are approved by the central government. The RBI buys spot US dollars from authorized dealers at its exchange rate. അതായത് ഇവിടെ പറയുന്നത്, ഇപ്പോൾ RBI is now required to sell any authorized person at its offices US dollars for meeting foreign exchange.
അതായത് നമ്മുടെ ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ കയ്യിൽ ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റെസീപ്റ്റ്സ് നമ്മൾ സറണ്ടർ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ആവശ്യവശാൽ അവരുടെ കയ്യിൽ ഉള്ളത് പോരാ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പോൾ ആ ഒരു ഫണ്ട് ഇല്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ RBI ഈസ് റിക്വയർഡ്, RBIയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് ഈ ഓതറൈസ്ഡ് പേഴ്സൺസിന് $US സെല് ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. ഓക്കെ, സെല് ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് റേറ്റിലാണെന്ന് വെച്ചാൽ അപ്പോൾ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രിവൈൽ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഏതാണോ ആ റേറ്റിൽ ഫോറിൻ എക്സ്ചേഞ്ച് പേയ്മെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് പേഴ്സൺസിന് RBI US സെല് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോൾ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ കയ്യിൽ വിചാരിക്കുന്ന പോലെ ഫണ്ട് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ പോരായിക വരും, ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും. അങ്ങനെ ഇൻസഫിഷ്യൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലായ്മയോ അവർ മീറ്റ് ചെയ്യുന്ന നേരത്ത് അപ്പോൾ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് RBI ഈ ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലേഴ്സിന് US സെല് ചെയ്യണം എന്നാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. കിട്ടിയല്ലോ? അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസും പേയ്മെൻറ്റ്സും മീറ്റ് ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ഡീലേഴ്സിന് RBI ഫോറിൻ എക്സ്ചേഞ്ച് അതായത് US സെല് ചെയ്യണം. ആ സെല് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആ നേരത്തെ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ഏതാണോ ആ റേറ്റിലാണ് സെല് ചെയ്യേണ്ടത്. അതാണ് ആ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ഒന്നും കൂടെ പറയണില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊരു റിപ്പീറ്റേഷൻ ആവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും പോയിന്റ്സ് ക്ലാരിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ഗ്രൂപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇത്ര നേരം നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്, അതായത് മോഡിഫൈഡ് ഓർ യൂണിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. ഇനി നമ്മളതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണ്. ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവണ്ടേ? സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം seeks to ensure equilibrium between demand and supply with respect to a fairly large subset of external transactions. നമുക്കറിയാലോ ഈ ഒരു മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഇക്വിലിബ്രിയം ആണ് ഇവിടെ ഇക്വിലിബ്രിയം റേറ്റ് ആണ് ഇവിടെ റേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഡിമാൻഡ് വരുന്നു, എത്രത്തോളം സപ്ലൈ വരുന്നു എന്ന് പറയുന്ന ആ ഒരു ഇക്വിലിബ്രിയം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും എൻഷുർ ചെയ്യാനും ഈ സിസ്റ്റം ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സിസ്റ്റം അതിനോട് എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ഇക്വിലിബ്രിയം, ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം എൻഷുർ ചെയ്യാൻ ഈ സിസ്റ്റം എപ്പോഴും നോക്കിയിട്ടുണ്ട്. ബിക്കോസ് ഈ സിസ്റ്റത്തിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് തന്നെ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അത് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഇക്വിലിബ്രിയം എൻഷുർ ചെയ്യാനായിട്ട് ഈ സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഫെസിലിറ്റേറ്റഡ് റിമൂവൽ ഓഫ് സെവറൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ഗ്രാൻഡഡ് റിലാക്സേഷൻ ഇൻ എക്സ്ചേഞ്ച് കൺട്രോൾ. ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒരുപാട് റിമൂവ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം സഹായിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് ഇപ്പം നമ്മൾ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കണമെന്ന് വിചാരിച്ചാൽ ഒരു എക്സ്ചേഞ്ച് റേറ്റിന് ചില റെസ്ട്രിക്ഷൻസും, അതായത് ടാക്സ്, അതുപോലെ ഡ്യൂട്ടി, കസ്റ്റംസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും, വേറൊരു എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുമ്പോൾ വേറെ തരത്തിലുള്ള ഒരു എന്താ പറയുക ലോ ആയിരിക്കും അതിനോട് പ്രിസ്ക്രൈബ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ഇവിടെ പോകുമ്പോൾ അങ്ങനെ, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ, രണ്ട് തരം എക്സ്ചേഞ്ച് റേറ്റൊക്കെയാണ്, ആകെ കൺഫ്യൂഷനാണ് എന്ന് പറയുന്ന ആ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻസും ട്രേഡ് റെസ്ട്രിക്ഷൻസും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആകെ ഒരു എക്സ്ചേഞ്ച് റേറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഈസിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സൗകര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് this system has facilitated the removal of several exchange trade restrictions and granted relaxation in exchange control. Okay, then ഇവിടെ അണ്ടർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ഉൾപ്പെടുത്തുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് full convertibility of current account transaction in order to achieve the full benefits of integrating the Indian economy with the world economic system. നമ്മൾ കറണ്ട് അക്കൗണ്ടിനെ നമ്മൾ ഫുൾ കൺവേർട്ടബിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ എക്സ്പോർട്ട്സും കാര്യങ്ങളും ഫോറിൻ ട്രേഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ
അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൽ നമുക്ക് ആ ഒരു ടേം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കമ്പനീസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ വരുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു എന്നൊക്കെ പറയാറ്. അപ്പോൾ ആ ഒരു ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇവിടെ ഫുൾ ബെനിഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് അവർ ഏറെക്കുറെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മൾ ട്രേഡ് റെസ്ട്രിക്ഷൻസ് കുറച്ചു, എക്സ്ചേഞ്ച് കൺട്രോളിന് നമ്മൾ റിലാക്സേഷൻ കൊടുത്തു, ഒരു ഈക്വിലിബ്രിയം കൊണ്ടുവരാൻ പറ്റി, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒറ്റ എക്സ്ചേഞ്ച് റേറ്റ് കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട് ഫുൾ കൺവേർട്ടബിലിറ്റി കിട്ടുകയാണ്. അതായത് പാർഷ്യൽ കൺവേർട്ടബിലിറ്റി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് 60% ഒരു റേറ്റിൽ 40% വേറൊരു റേറ്റിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതോട് പാർഷ്യൽ കൺവേർട്ടബിലിറ്റി നടക്കണുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയുടെ 60 പൈസയ്ക്ക് ഇത്രയും 40 പൈസയ്ക്ക് ഇത്രയും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫുൾ കൺവേർട്ടബിലിറ്റി ഇല്ല. ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു കൺഫ്യൂഷനും അതിൻ്റെ ഒരു സൗകര്യം ഇല്ല അങ്ങനെ പറയുമ്പോൾ. 60 പൈസയ്ക്ക് ഇത്ര രൂപയും 40 പൈസയ്ക്ക് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ കൺവേർട്ടബിലിറ്റി വരുന്നില്ല. നമ്മളിപ്പോൾ ചോദിക്കുകയാണ് 1 രൂപയ്ക്ക് എത്ര കിട്ടുമെന്ന് പറ, സിമ്പിളായിട്ട് പറ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് പറയാനായിട്ടൊരു വാക്കില്ല. 60ക്ക് ഇങ്ങനെയാണ് 40ക്ക് ഇങ്ങനെയാണെന്നാണ് നമുക്ക് നേരത്തെ അതായത് ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ യൂണിഫൈഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് അതായത് മോഡിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് ആക്കിയതുകൊണ്ട് ഫുൾ കൺവേർട്ടബിലിറ്റി ആണ്. 1 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് ഫുൾ മൂല്യം അല്ലെങ്കിൽ ഫുൾ വാല്യൂ ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ ഫുൾ കൺവേർട്ടബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് സോ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് ഫുൾ കൺവേർട്ടബിലിറ്റി ഓഫ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഫുൾ ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ദ ഇന്ത്യൻ ഇക്കോണമി വിത്ത് ദ വേൾഡ് ഇക്കണോമിക് സിസ്റ്റം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് നോക്കാം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻസെൻറ്റീവ്സ് ടു ഇമ്പോർട്ടേഴ്സ് വിൽ ബി ഹയർ ആൻഡ് മോർ പർട്ടിക്കുലർലി ടു those whose exports are not highly import intensive. Okay. Then exporters of agricultural products will find exports attractive. അതായത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി ഒരു അഗ്രേറിയൻ കൺട്രിയാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് നമുക്കുള്ള ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് വേറൊരു കൺട്രിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് മറ്റു മാർക്കറ്റിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് കുറച്ചും കൂടെ ഒരു കഴിവ് കൂടുതലാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് എക്സ്പോർട്ട്സ് അട്രാക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം ഇപ്പോൾ നമ്മളൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ സെല്ല് ചെയ്യുമ്പോൾ ഇത്രയും പ്രോഡക്ട്സിന് ഇത്ര റുപ്പീസ് ഇത്ര പ്രോഡക്ട്സിന് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ഫുള്ളായിട്ട് ഫുൾ കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉള്ള കാരണം കൊണ്ട് എക്സ്പോർട്ട്സ് അട്രാക്റ്റീവ് ആവാൻ കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇൻസെൻറ്റീവാണ് എക്സ്പോർട്ടേഴ്സിന്. ഇൻസെൻറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമുക്ക് മെൻ്റലായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ടായിരിക്കാം നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവോ ക്വാളിറ്റേറ്റീവോ ആയിട്ടുള്ള ഇൻസെൻറ്റീവ് നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് കിട്ടും. ഹയർ ആയിരിക്കും അവർക്ക്, പർട്ടിക്കുലർലി ഇമ്പോർട്ട് ഇൻറ്റൻസീവ് അല്ലാത്ത എക്സ്പോർട്ട്സിന്. അപ്പോൾ എക്സ്പോർട്ട്സ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനൊക്കെ വളരെ അട്രാക്റ്റീവ് ആവുമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം കപ്പിൾഡ് വിത്ത് ദി എക്സ്ചേഞ്ച് കൺട്രോൾ റിലാക്സേഷൻ ഇൻ സർട്ടൺ ഏരിയാസ് ദി abolition of travel tax is expected to make the Hawala route less tempting. ഹവാല ട്രാൻസാക്ഷൻസ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹവാല ട്രാൻസാക്ഷൻ ഇസ് ഇല്ലീഗൽ. അവിടെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫർ നടക്കണില്ല, പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആ ഒരു ചെയിനിൽ ഒരുപാട് പേരുണ്ടാവും. അങ്ങനൊരു ചെയിൻ പോലെയാണ് നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുക. ദാറ്റ് ഈസ് ഇല്ലീഗൽ. അപ്പോൾ അത്തരം ഹവാല ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഹവാല റൂട്ട് ലെസ് ടെംപ്റ്റിംഗ് ആക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാവുമ്പോൾ എക്സ്ചേഞ്ച് കൺട്രോൾ റിലാക്സേഷൻ കൊടുക്കുമ്പോഴും അതുപോലെ ട്രാവൽ ടാക്സ് ഒക്കെ അബോളിഷ് ചെയ്യുന്നതിലൂടെ ഹവാല റൂട്ടിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻസ് കുറയാണ് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നും എക്സ്ചേഞ്ച് കൺട്രോൾ റിലാക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ടാക്സ് അബോളിഷ് ചെയ്യുമ്പോൾ
ഇല്ലീഗലായിട്ടുള്ള റൂട്ട് കൂടുകയല്ല വേണ്ടത്. കാരണം ലൂപ്പ് ഹോൾസ് അവിടെ കൂടുതലാണല്ലോ. അങ്ങനെ റിലാക്സേഷൻ വരുന്നതോറും നമുക്ക് ലോൻ്റെ ലൂപ്പ് ഹോൾസ് കുറച്ചുകൂടെ നന്നായി കണ്ടുപിടിച്ച് ആ ഒരു ഇതിലൂടെ നമുക്ക് പൊക്കൂടെ. അപ്പോൾ ഹവാല ട്രാൻസാക്ഷൻസൊക്കെ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഏത് ട്രാൻസാക്ഷൻസും കൂടുകയല്ലേ ചെയ്യുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കും. പക്ഷേ അതിൽ നമുക്ക് പറയാനുള്ള ഒരു ഏറ്റവും വലിയൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലെസർ വിൽ ബി ദ term എന്ന് പറഞ്ഞാൽ the smaller the gap between the average rate received by the exporters and other earners of foreign exchange, the lesser will be the temptation to continue using illegal channels for remittances. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചെയിൻ പോലെയാണ് ആ കാര്യം പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാപ്പ് കുറയും തോറും അത് പിടിക്കപ്പെടാൻ ഈസിയാണ്. ഓക്കെ, ഗ്യാപ്പ് കുറയും തോറും പിടിക്കപ്പെടാൻ ഈസിയാണ്. ഗ്യാപ്പ് കൂടുന്തോറുമാണ് അതിൽ എന്താ പറയുക നമുക്ക് ആ ഒരു ആക്സസ് നമുക്ക് കിട്ടാത്തത്. ഇപ്പോൾ ഏതാണ് ആ റൂട്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം ഒരു ചെയിൻ പോലെ പോകുന്നു. അപ്പോൾ ആ ചെയിനിലെ ഓരോ കണ്ണികളും എവിടെയാണെന്ന് അറിയാനായിട്ട് ടഫാണ്. എങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് കൂടുതലാണെങ്കിൽ. കാരണം റെസ്ട്രിക്ഷൻസ് കൂടുന്തോറും അവരവരുടെ ചെയിനിലത്തെ കണ്ണികളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് എന്താ പറയുക ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പല പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരും ചിന്തിച്ചു പോകും. ഈ ഹവാല ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൺസ്. ഈ റിലാക്സേഷൻ കുറയും തോറും റിലാക്സേഷൻ കൂടുന്തോറും എക്സ്ചേഞ്ച് കൺട്രോൾ റിലാക്സേഷൻ കിട്ടുന്തോറും അവർക്ക് അവരുടെ റൂട്ട് അതിന് മാത്രം ലെസ്സർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പ് ലെസ്സായി വരുന്നതോറും ആ ഒരു ഇല്ലീഗൽ ചാനൽ പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് ഈ ഒരു സെൻറ്റൻസിനോട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ എക്സ്ചേഞ്ച് കൺട്രോൾ റിലാക്സേഷൻ വരുന്നു, ട്രാവൽ ടാക്സ് ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ ലൂപ്പ് ഹോൾസ് കൂടുതലല്ലേ എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറയുന്ന പോലെ തന്നെ the smaller the gap between the average rate received by the exporters, the lesser will be the temptation to continue using illegal channel for remittances. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then the last advantage, in the fiscal area, customs revenue is likely to be higher. Other things being the same, to the extent the valuation of imports would be based on the market exchange rate. This is, however, necessary to ensure that the tariff rates, together with higher input values, do not result in sharp increase in import cost. ഇവിടെ പറയുന്നത് നമുക്കൊരു ഫിസിക്കൽ ഏരിയ ഉണ്ടാവും. നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പൽ ഏരിയ ഒരു ഫിസിക്കൽ ഏരിയ ഉണ്ടാവും. അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി ഹയർ ആണെന്നുണ്ടെങ്കിൽ the extent of valuation of imports would be based on market exchange rate. അപ്പോൾ അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി കൂടുതലാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന, അതായത് ഇങ്ങോട്ടാണല്ലോ ഇറക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്നാണല്ലോ കാശ് പോകുന്നത്. അപ്പോൾ ആ നേരത്തെ വാല്യുവേഷൻസും ഈ ഒരു മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിൽ ക്ലിയർ കട്ടായിട്ട് അവർ ചെയ്യും. ഓക്കെ, എത്രത്തോളം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, എത്രത്തോളം ക്വാട്ട അല്ലെങ്കിൽ ടാരിഫ് നമ്മൾ അടയ്ക്കേണ്ടി വരും, ഏത് റേറ്റിലാണ് അത് പോകുക എന്നുള്ള ഒരു ക്ലിയർ കട്ടായിട്ട് നമ്മൾ പോകും. അതായത് നേരത്തെ പറയുമ്പോൾ 40% ഇങ്ങനെ അടയ്ക്കുക, 60% ഇത്രത്തോളം എന്നൊന്നും പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻസും അല്ലെങ്കിൽ അതൊന്നും വരാനുള്ള ചാൻസസ് കുറവാണ്. ഫുൾ കൺവേർട്ടബിലിറ്റി അല്ലെങ്കിൽ ഉള്ള കാരണം കൊണ്ട് ഫുള്ളായിട്ട് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടാണ് കാശ് പോകുന്നത്. അപ്പോൾ കൊടുക്കുന്ന നേരത്ത് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക നല്ലോണം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കയ്യിൽ നിന്ന് കാശ് പോകണ നേരത്തെ എല്ലാവരും കുറച്ചുകൂടെ ക്ലവറായിട്ടാണ് ചിന്തിക്കുക, ക്ലാരിറ്റി ഒക്കെ കുറച്ചുകൂടെ കൂടും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട്സ് ചെയ്യണ നേരത്ത് വാല്യുവേഷൻസ് ഒക്കെ കൃത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസും കാര്യങ്ങളും അതിനോട് ചേർന്ന് വരുന്ന എല്ലാ ഫോളോയിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലാരിറ്റി ഇൻ ദി സെൻസ് ദാറ്റ് ഇമ്പോർട്ട്സ് എപ്പോഴും മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിൽ വാല്യുവേഷൻ പക്കയായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഹവർ നെസസറി ടു എൻഷുർ ദാറ്റ് ദ ടാരിഫ് റേറ്റ് ടുഗെദർ വിത്ത് ഹയർ ഇമ്പോർട്ട് വാല്യൂസ് ഡു നോട്ട് റിസൾട്ട് ഇൻ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഇമ്പോർട്ട് കോസ്റ്റ്. ഇമ്പോർട്ട് കോസ്റ്റ് കൂടാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ കാണിക്കുമ്പോൾ ഇമ്പോർട്ട് കോസ്റ്റ് കൂടാൻ പാടില്ല. ഇമ്പോർട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണ നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച്, നമ്മൾ നേരത്തെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, നമ്മുടെ പോർട്ടിലേക്ക് എത്തുന്ന വരേക്കും അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഒരുപാട് കൂടാനായിട്ട് പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് കോസ്റ്റ് നമ്മൾ എത്രത്തോളമാണോ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഒന്നുകിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്നുകിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിലായിരിക്കും നമ്മൾ സർട്ടൻ പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇമ്പോർട്ട് കോസ്റ്റ് ഒക്കെ നോക്കുക. അത് ഇൻ്റർനാഷണൽ ട്രേഡിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ
നമ്മൾ വാല്യുവേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി ക്ലാരിറ്റി വല്ലാണ്ട് കൂടിയിട്ട് നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ് കൂടാൻ പാടില്ല. അതാണ് പറയുന്നത് ടു എൻഷുർ ദാറ്റ് ദ ടാരിഫ് റേറ്റ്സ് ടുഗെദർ വിത്ത് ഹയർ ഇമ്പോർട്ട് വാല്യൂസ്. ടാരിഫും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വാല്യുവേഷൻസൊക്കെ കറക്റ്റായിട്ട് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ബേസിസിൽ തന്നെ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വല്ലാതൊരു ഹൈക്കോ അല്ലെങ്കിൽ വല്ലാതൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഫോളോ ഇല്ലാതെ നമുക്ക് ഒരു നോർമലായിട്ട് കാര്യങ്ങൾ പോവും. ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇത്രയും ഈ മോഡിഫൈഡ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ